വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാൻ നല്ലൊരു മീൻകറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻകറിയാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ നമ്മൾ കട്ടി കൂടുതലാക്കാൻ വേണ്ടിയിട്ട് അധികമായിട്ട് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ ചേർക്കുന്ന പൊടികൾ മാത്രം തന്നെ ചേർത്തിട്ടുള്ളൂ. അധികമായിട്ടൊന്നും തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് അധികമായിട്ട് പൗഡറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളിയാണ്. ഇപ്പോൾ 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വാടി ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കറി വെക്കുമ്പോൾ എത്രയാണോ നമ്മൾ മുളകും അതേപോലെ മഞ്ഞളും മല്ലിയൊക്കെ ചേർക്കുന്നത് ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൗഡറുകളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തീയൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ പൊടികളൊന്നും അടുക്കി പിടിക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-8 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതാണ്. ഇതിലേക്കപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് തക്കാളിയുടെ ഒക്കെ വെള്ളം ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പം നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ പൗഡറുകളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് ഇറക്കി വെക്കാം. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചൂടാറിയ ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചൂടോടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സമയമുണ്ടെങ്കിൽ ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് കറിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാകും. അപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള ആ ചട്ടി ഒന്നും കൂടി അടുപ്പിലേക്ക് വെച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ളായിട്ട് പോരാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഫുള്ളായിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ കറി നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. പക്ഷെ കറിയിലേക്ക് മൊത്തമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കറിയൊന്ന് നന്നായിട്ട് തിളച്ച ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കറി വെക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
പുളിയും എരിവും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു നെല്ലിക്ക പരുവത്തിന് വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതൊന്ന് 2 വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു സമയത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്രാവാണ്. അത് ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫിഷൊക്കെ ഒന്ന് കുക്കായി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഫിഷ് ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ കറി ഒരു 8 മിനിറ്റൊക്കെ നമുക്ക് മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-8 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്ത് 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഈ ഒരു കറി കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. കുറച്ചും കൂടി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഈ കറിയിലേക്ക് ഒന്ന് വറവിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് ചോപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയിട്ടതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറവിട്ട് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല മീൻ കറിയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്സിയിലൊക്കെ തക്കാളി ഉള്ളി അങ്ങനത്തെ ഒക്കെ വഴറ്റി മിക്സിയിലടിച്ച് ഇതേപോലെ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുളകൊന്നും അധികം തന്നെ കൂട്ടാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള കറിയും കിട്ടും. നമ്മൾ സാധാരണ ഇടുന്ന മസാലകൾ മാത്രം ചേർത്ത് തന്നെ ഉണ്ടാക്കിയ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള നല്ലൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിലുള്ള എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.